ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. आज रात हम मिलकर प्रभु का आत्मा हमारे जीवन को आशीष करेंगे। പ്രത്യേകിച്ച് ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസനോടുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. मीटिंग के लिए मेरे को इनवाइट किया प्रभु का दास को मैं खास करके धन्यवाद देता हूँ। ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ചില നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കേട്ടിട്ടില്ലായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് പറയണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് തന്ന ചില ചിന്തകൾ അത് സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. ചില എല്ലാ കാര്യങ്ങളും പറയാനൊക്കത്തില്ല, പക്ഷെ ചില ബേസിക്കായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. आज रात प्रार्थना सभा के लिए मैं प्रार्थना कर रहे थे, प्रभु ने कुछ बात मेरे को बात किया, वही मैं आपका सामने बांटना चाहता हूँ। कुछ असाधारण सुपर नेचुरली हम कैसे चल सकता है, ऐसा उसका शुरू में कुछ बात आप लोग के सामने वचन को शेयर करके मैं प्रार्थना में आगे बढ़ना चाहता हूँ। നമുക്ക് ഒരു സാധാരണ ക്രിസ്തീയ ജീവിതം നയിച്ച് നമുക്ക് നിത്യതയിലെത്താം. हम एक साधारण मसीह जीवन जी के हम स्वर्ग में अनंत जीवन में प्रवेश कर सकता है। എന്നാൽ ഒരു സൂപ്പർ നാച്ചുറലി ഉള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചും നമുക്ക് നിത്യതയിലെത്താൻ പറ്റും. तो फिर ध्यान से सुनिए, एक असाधारण जीवन जी के हम प्रभु को उपस्थिति में पहुंच सकता है। എന്നെയും നിങ്ങളെയും വിളിച്ചത് ഒരു നാച്ചുറലായ ക്രിസ്ത്യൻ ലൈഫിന് വേണ്ടിയല്ല, ഒരു സൂപ്പർ നാച്ചുറലായ ക്രിസ്ത്യൻ ലൈഫ് നയിക്കാൻ വേണ്ടിയാണ്. प्रभु हमको बुलाहट दिया, प्रभु हमको अलग किया, एक साधारण जीवन के लिए नहीं है, एक असाधारण जीवन के लिए प्रभु हमको बुलाहट दिया। അതിന് നമ്മുടെ സ്വപ്നങ്ങൾ വലുതാകണം, നമ്മുടെ ഭാവനകൾ വലുതാകണം, നമ്മുടെ വിശ്വാസം വലുതാകണം. നിങ്ങൾ ഒരു സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതായിരിക്കണം, നിങ്ങളുടെ വിഷൻ വലുതായിരിക്കണം, നിങ്ങളുടെ വിശ്വാസം വലുതായിരിക്കണം, നിങ്ങളുടെ ഭാവനകൾ വലുതായിരിക്കണം. आप एक असाधारण विधि से सुपर नेचुरली आप चलना चाहे तो आपका स्वप्न बहुत बड़ा होना है, आपका विश्वास बहुत बड़ा होना है। प्रभु को उपस्थिति में गहराई से चलने के लिए अपना जीवन को समर्पण करना है। കാരണം നിങ്ങളുടെ ഹല്ലേലൂയ പോക്കറ്റിലുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്നത് കണ്ടിട്ടോ ആയിരിക്കരുത് നിങ്ങളുടെ വിഷൻ. ഹല്ലേലൂയ. നിങ്ങളെ വിളിച്ച ദൈവം ഹല്ലേലൂയ അവൻ നിത്യതയിലെ ധനധാഢ്യനാണ്, അവൻ പുരാതന സമ്പത്തിന്റെ ഉടയവനാണ്, അവൻ ഈ സർവ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനാണ്. അവന്റെ മഹത്വത്തിനനുസരിച്ച് നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. देखिए, आप एक असाधारण जीवन जीना चाहे तो आपका स्वप्न, अपना भावना, अपना पॉकेट का ऊपर, अपना बैंक में जो पैसा है उसका ऊपर नहीं होना है, बोलने से आपका परिस्थिति का ऊपर नहीं होना है। प्रभु का महिमा का धन का अनुसार मेरा और आपका चिंता भावना बड़ा होना है। ഇന്ന് ഹല്ലേലൂയ രാത്രിയിലും ഈ മീറ്റിംഗ് ഞാനിവിടെ ശുശ്രൂഷിക്കുമ്പോൾ ചിലരുടെ ചിന്തകൾ പൊളിയട്ട്, ചിലരുടെ ഹല്ലേലൂയ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചുള്ള മെന്റാലിറ്റികൾ മാറട്ട്. ദൈവത്തിന്റെ ഒരു അസാധാരണമായ ദൈവ പദ്ധതിയിലേക്ക് ചില കുടുംബങ്ങൾ കയറുന്നെന്ന് ഞാൻ ആത്മാവിൽ കാണുന്നു. आज रात में पवित्र आत्मा में देखता हूं, जब मैं वचन का सेवकाई कर रहे कुछ लोगों को प्रभु अपना सीमा से बाहर निकालना चाहता हो, अपना साधारण जीवन से असाधारण जीवन में आपको ले जाने के लिए अपना चिंता में भावना में पवित्र आत्मा एक बदलाव देना चाहता हूं। എന്റെ യേശു ഈ ഭൂമിയിൽ 3.5 വർഷമേ ശുശ്രൂഷിച്ചുള്ളൂ. ഈ 3.5 വർഷവും യേശു ചെയ്തതൊന്നും നാച്ചുറലായ കാര്യങ്ങളല്ല. എന്റെ യേശു ചെയ്തതെല്ലാം സൂപ്പർ നാച്ചുറലായ കാര്യങ്ങളാണ്. प्रभु यीशु केवल 3.5 साल तक ये भूमि में प्रभु सेवा किया, तो फिर प्रभु कुछ भी साधारण काम नहीं किया। प्रभु का सेवकाई एक असाधारण सेवकाई था। യേശുവാണ് നിങ്ങളെ വിളിച്ചതെങ്കിൽ, യേശുവിന്റെ കൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ, യേശു ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞത് ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്നാണ്. आप यीशु का साथ चलने वाला व्यक्ति है, यीशु का साथ साथ चलने वाला व्यक्ति होगा तो यीशु दुनिया से जाने के पहले यीशु यही बोला, जो लोग मेरे साथ चलता हो, मेरा ऊपर भरोसा रखता हो, मैं जो कुछ भूमि में किया उससे बढ़कर मेरा ऊपर भरोसा करने वाला लोग करेगा। आमीन।
ആമേൻ. യേശു 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ ചെയ്തത് നാച്ചുറലായ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എല്ലാം സൂപ്പർ നാച്ചുറൽ ആണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് ഒതുങ്ങാത്തത്, അവന്റെ ചിന്തയ്ക്ക് ഒതുങ്ങാത്തത്, അവന്റെ വിദ്യാഭ്യാസത്തിന് ഒതുങ്ങാത്തത്, അവന്റെ കണക്കുകൂട്ടലുകൾക്ക് ഒതുങ്ങാത്തത്, അവന്റെ സ്ട്രാറ്റജിക്ക് ഒതുങ്ങാത്തത് എന്റെ ദൈവം ചെയ്തിട്ടുള്ളൂ. അത് ചെയ്യാനാ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത്. यीशु बाबा 3.5 साल जब भूमि में था, कोई भी साधारण काम प्रभु किया नहीं। हमारा बुद्धि से सोच नहीं सकता है, बुद्धि से बढ़कर चमत्कार, बुद्धि से बढ़कर अद्भुत का, जी बुद्धि से बढ़कर बड़ा बड़ा काम को प्रभु ने भूमि में किया। और प्रभु मेरे को आपको बुलाहट दिया, अलादा किया। किस जनो? यीशु के लिए। यीशु का नाम है असाधारण बात को करने के लिए। आमेन। യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ താൻ ചെയ്തു തുടങ്ങിയ ആദ്യത്തെ അത്ഭുതം കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ടാണ്. यीशु जब दुनिया में आया, सबसे प्रथम चमत्कार हम लोग मालूम है, यीशु बाबा पानी को द्राक्षस बनाया। ഹാലേലൂയ. നമുക്കറിയാം, ഹാലേലൂയ, യഹൂദന്മാർക്ക് ഒരു നല്ല വീഞ്ഞുണ്ടാക്കണമെങ്കിൽ, ഒരു നല്ല വീഞ്ഞ് റെഡിയാക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 5 വർഷം വേണം. എന്നാൽ കിണറ്റി കിടക്കുന്ന പച്ചവെള്ളം കോരി നിമിഷ നേരം കൊണ്ട് അവൻ വീഞ്ഞാക്കി. ഇത് നാച്ചുറൽ ആണോ സൂപ്പർ നാച്ചുറൽ ആണോ? ഞാൻ നിങ്ങൾക്ക് വിടുകയാ. आज रात आप लोग सोच लीजिए, मतलब यहूदी का कल्चर में, यहूदी का तरीका में लगभग 5 साल कम से कम लगेगा द्राक्षस तैयार होने के लिए, तैयार करने के लिए। तो फिर प्रभु यीशु क्या किया? कुआं से पानी को निकाल दिया, वही पानी से पानी को द्राक्षस बनाया। आप बोल दीजिए, ये साधारण काम था और सुपर नेचुरल काम था। അത് കഴിഞ്ഞ് അടുത്ത യേശുവിന്റെ അത്ഭുതം മരുഭൂമിയിലാണ്. 3 ദിവസമായി 5000-ത്തിലധികം പുരുഷന്മാർ, 10,000-ത്തിലധികം സ്ത്രീകൾ, 20,000-ത്തിലധികം കുട്ടികൾ, ഇത്രയും പേർക്ക് ഹാലേലൂയ 5 അപ്പം കൊണ്ട് ഹാലേലൂയ അവരെ ഹാലേലൂയ മുഴുവൻ പോഷിപ്പിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. ഇത് നാച്ചുറൽ ആണോ സൂപ്പർ നാച്ചുറൽ ആണോ? ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്. यीशु का दूसरा चमत्कार कहां पर था? मरुभूमि में था। 5 रोटी से 2 मांस से यीशु ने चमत्कार किया। उधर लिखा है लगभग 5,000 आदमी लोग था। कितना स्त्री होगा, कितना बच्चा होगा, काफी हजारों लोग उधर ही था। सभी लोग खा के तृप्त हो गया। वही दूसरा चमत्कार था। आप बोलिए, ये साधारण काम था और सुपर नेचुरल काम था। അതിനകത്തു നിന്ന് 1-2 ദൂത് നിങ്ങളോട് പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് സൂപ്പർ നാച്ചുറലിലേക്ക് നമുക്ക് കയറാം. इसमें से प्रभु का कुछ वाणी को मैं बताना चाहता हूं और बोल के मैं आगे बढ़ना चाहता हूं। മരുഭൂമിയിൽ 3 ദിവസം യേശുവിനോട് കൂടെയായിരുന്ന ജനം, मरुभूमि में, निर्जन प्रदेश में 3 दिन यीशु बाबा का साथ प्रचुर लोग छिलो। 3 ദിവസത്തെ യേശുവിന്റെ ക്രൂസേഡ് കഴിഞ്ഞപ്പോൾ ജനമെല്ലാം താഴ്വരകളിലേക്ക്, ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുവാൻ എഴുന്നേറ്റപ്പോൾ 3 दिन का क्रूसेड और बड़ा मीटिंग के बाद सभी लोग बाड़ी में जाने के लिए तैयार हो रहे थे। യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് പറയുകയാണ്, ഇവർ ഹാലേലൂയ 3 ദിവസമായി ആഹാരം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഇവർ പോകുന്ന വഴിയിൽ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. यीशु बाबा अपने चेले लोग को बुला के यही बताया, 3 दिन से ये लोग दिन रात मेरे उपस्थिति में बैठा है। अभी उन लोग बहुत क्लंदो, टायर्ड है, जब वापस जाने से रास्ता में गिर सकता है। इसलिए क्या है, उन लोग को खाने के लिए, पीने के लिए देना है। ശിഷ്യന്മാരുടെ മറുപടി, എനിക്ക് തോന്നുന്നു ഇന്നർ സർക്കിളിലുള്ള പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചിട്ടായിരിക്കാം യേശു കാര്യം പറഞ്ഞത്. शायद मेरे को लगता है उनका साथ में था, पीटर था, जोहन था, याकूब था। उन लोग से प्रभु ने यह बात को बताया होगा। അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു. उन लोग का उत्तर ऐसा था, ഗുരുവേ നിനക്ക് അറിയത്തില്ലയോ ഇത് മരുഭൂമിയാ. നമ്പർ 1, ഇത് മരുഭൂമിയാണ്. उन लोग का उत्तर यही था, प्रभु देखिए ये मरुभूमि है, इधर ही कुछ भी नहीं मिलेगा। നേരം വൈകി. दूसरा उन लोग का उत्तर यही था, बहुत देरी हो गई, इधर ही कुछ भी नहीं मिलेगा। 200 വെള്ളിക്കാശ് കൊടുത്ത് നമ്മൾ പട്ടണത്തിൽ പോയി അപ്പം മേടിച്ചോണ്ട് വന്നാൽ പോലും തികയത്തില്ല. കാരണം യൂദയുടെ കയ്യിൽ നമ്മൾ ആൾറെഡി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 വെള്ളിക്കാശ് കാണുമായിരിക്കും. അതെല്ലാം കൂടെ നുള്ളിപ്പറക്കിക്കൊണ്ട് പോയാലും ഈ 5000 പുരുഷന്മാർക്കോ അവരുടെ സ്ത്രീകൾക്കോ അവരുടെ കുഞ്ഞുകുട്ടികൾക്കോ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കാം, അവരങ്ങ് പോയിക്കോട്ടെ.
200 चांदी का सिक्का उन लोग के पास होगा, उसमें से सभी लोग को खाना खरीद नहीं सकता है। पास्टर यही बोल रहे थे, जूडस इस्करियोत के पास 200 सिल्वर कॉइन बोलने से मतलब वो सिक्का उनका पास हो सकता है, उसमें से सभी लोग के लिए खाना खरीद नहीं सकता है। ഹല്ലേലൂയ. എന്നാൽ യേശു പിന്നെയും ശിഷ്യന്മാരോട് പറയുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. फिर से प्रभु यीशु चेलों को बोला, आप लोग निजे उन लोगों के लिए खाने के लिए प्रबंध करना है। ഹല്ലേലൂയ. അവരുടെ മറുപടി, ഇത് മരുഭൂമിയാണ്, നേരം വൈകി 200 വെള്ളിക്കാശിന് മേടിച്ചാൽ തികയത്തില്ല. उन लोग फिर से यही उत्तर बोला, मरुभूमि है, समय बहुत देरी हुआ है, 200 सिक्का से खाना खरीद नहीं सकता है। ഇന്ന് രാത്രി ഹല്ലേലൂയ നിങ്ങളോട് ഞാനൊരു ദൂത് പറയാം. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച്, നിങ്ങളുടെ സഭയെ കുറിച്ച് ദൈവം എന്തെങ്കിലും ചെയ്യിക്കുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ കൊണ്ട് തന്നെ ദൈവം ചെയ്യിക്കും. ഇന്ന് രാത്രി ആത്മാവിൽ ദൈവസഭയോടൊരു ദൂത് പറയാം. നിങ്ങളോട് ചില വാഗ്ദത്തങ്ങൾ നിങ്ങളിലൂടെ നിങ്ങൾ ദേശത്ത് നിവർത്തിയാകാൻ പോകുമെന്ന് ഇന്ന് രാത്രിയിൽ പരിശുദ്ധയാത്മാവ് വ്യക്തമായി ആലോചന അറിയിക്കുന്നു. आज रात पवित्र आत्मा में मैं बोलना चाहता हूं, कलीसिया का ऊपर प्रभु ने जो वायदा दिया, प्रभु ने जो वादा किया, वो परिस्थिति का ऊपर नहीं है। प्रभु ने दिया वादा को पूरा करने का समय, सीजन को पवित्र आत्मा का कलीसिया का ऊपर खोल रहा हूं। ഇതിനകത്ത് തന്നെ ശ്രദ്ധിക്കുന്ന ചില കുടുംബങ്ങളോട് ആത്മാവ് പറയുന്നു, ചില ദൈവപ്രവർത്തികളുടെ സമയമാ രൂപലി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില ദൈവപ്രവർത്തികൾ നീ കാണാൻ പോവുകയാണ്, ചില ദൈവിക വിടുതലുകൾ. നിന്റെ മരുഭൂമിയുടെ അവസ്ഥകൾ മാറാൻ പോകുന്നു, നിന്റെ ശൂന്യതകൾ മാറാൻ പോകുന്നു, നിന്റെ തകർച്ചകൾ മാറാൻ പോകുന്നു. ദൈവം നിനക്ക് ഒരു ഉയർച്ചയും നന്മയും ദൈവപ്രവർത്തിയും നിന്റെ ലൈഫിൽ, നിന്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുന്നു. आज रात मेरा आवाज को सुनने वाला कुछ परिवार को देखे प्रभु का आत्मा यही बोलना चाहता हूं, आपका जीवन में, जीवन का मरुभूमि में प्रभु का महिमा प्रकट होने का समय है। खास करता हूं तो भी जान नहीं सकता है। पवित्र आत्मा आज का आराधना में आप तैयार होगा तो आपका जीवन को आजादी देके प्रभु का उद्देश्य में, प्रभु का योजना में पवित्र आत्मा खड़ा करना चाहता हूं। ഹല്ലേലൂയ. ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, ഇവിടെ ഒരു സാധ്യതയും ഇല്ല ഗുരുവേ, ഇത് നേരം വൈകി 200 വെള്ളിക്കാശിന് മേടിച്ച തികയത്തില്ലെന്നുള്ള ഹല്ലേലൂയ അവർ ഹല്ലേലൂയ അവിടുത്തെ തടസ്സങ്ങൾ, അവിടുത്തെ നിരാശകൾ, അവിടുത്തെ പ്രതിസന്ധികൾ പറയുകയാണ്. देखिए शिष्य लोग यीशु को बोल रहे, उधर ही जो कुछ रुकावट है, मरुभूमि है, इधर ही कुछ भी मतलब देरी हो गया, ये सिक्का से कुछ भी नहीं मिलेगा। हर एक बात को यीशु का सामने उन लोग बताया। എന്നാൽ യേശുവിന്റെ ശാന്തമായ മറുപടി, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. फिर से प्रभु यीशु यही उत्तर दिया, आप लोग निजे इन लोग के लिए खाने के लिए प्रबंध करना है। ഇന്ന് രാത്രി അനേകർക്ക് ഭക്ഷണം കൊടുക്കുവാൻ, അനേകരെ അഭിഷേകം ചെയ്യുവാൻ, അനേകരെ എഴുന്നേൽപ്പിക്കുവാൻ, അനേകരെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ പരിശുദ്ധയാത്മാവ് ഈ സഭയെ ഉപയോഗിക്കുന്ന ഒരു പുതിയ സീസൺ തുറക്കുന്നെന്ന് ആത്മാവ് ദൂതറിയിക്കുന്നു. आज पवित्र आत्मा मेरे को यही बोल रहे, प्रचुर लोग का हालेलुया भूख प्यासा को मिटाने के लिए, खाना देने के लिए, उन लोग का आत्मिक भोजन देने के लिए, अनेक लोग का मरुभूमि में छुटकारा के लिए पवित्र आत्मा एक कलीसिया का ऊपर एक नया सीजन को खोलने का समय है। वही पवित्र आत्मा बोलना चाहता हूं। വേണമെങ്കിൽ എന്റെ പ്രാർത്ഥനാ റൂമിൽ എനിക്ക് തന്നെ 1-2 ചിന്ത ഞാൻ പറയാം. ഈ ഭാഗം പഠിച്ചപ്പോ मेरा प्रार्थना का समय पवित्र आत्मा उत्साहित किया, कुछ चिंता में आपका सामने बता सकता है। വേണമെങ്കിൽ യേശുവിന് ഇങ്ങനെ പറയാമായിരുന്നു. अब यीशु चाहे तो ऐसा बोल सकता था, 40 വർഷം മരുഭൂമിയിൽ എന്റെ ജനമായിരുന്നപ്പോ ഹല്ലേലൂയ അവർക്ക് മന്ന കൊടുത്തവനാ നിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന്. ओ प्रभु बोल सकता था, 40 साल प्रभु इज़राइल जब मरुभूमि में था, 40 साल इज़राइल के लिए मन्ना स्वर्ग का भोजन दिया प्रभु आपका सामने खड़ा है।
എന്റെ ജനം ഇറച്ചിക്ക് വേണ്ടി നിലവിളിച്ചപ്പം ഒറ്റ രാത്രി കൊണ്ട് ലിവ്യാതാന്റെ തലയെ തകർത്ത് പാളയത്തിന്റെ നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവർക്ക് കയ്യെത്തി പിടിക്കാമെന്ന നിലവാരത്തിൽ കാടപ്പക്ഷിയെ കൊണ്ട് നിർത്തിയവനാ ഞാനെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ओ यीशु बोल सकता था, जब एक रात में इस्राएल रोना शुरू किया मांस खाने के लिए, प्रभु क्या किया? कुईल पक्षी को इस्राएल का सामने खड़ा किया, उन लोग को भोजन दिया. ओ मेरा सामर्थ्यमान प्रभु है, ऐसा बोल सकता था. എന്റെ ജനം വെള്ളത്തിന് വേണ്ടി നിലവിളിച്ചപ്പം പാറയെ അടിച്ച് തേൻ പോലെ മധുരമുള്ള വെള്ളം കൊടുത്തവനാ ഞാനെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ओ यीशु बोल सकता था, मेरा लोग जब पानी के लिए रो रहे थे, मैं पत्थर से पानी को निगाह मीठा पानी को दे दिया है, प्रभु बोल सकता था. ഹല്ലേലൂയ. പക്ഷെ ഇതൊന്നും യേശു പറഞ്ഞില്ല. യേശു ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. यीशु ये पुराना बात कुछ भी बोला नहीं, प्रभु केवल यही बोला, आप लोग इन लोग के लिए भोजन देना है. അവരുടെ മറുപടി ഒരു സാധ്യതയും ഇല്ലെന്നാ. उन लोग का उत्तर यही था, कुछ भी चांसेस, कोई भी चांसेस नहीं है. എന്നാൽ ഇനി അടുത്ത ഒരു പദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. अपने ध्यान से सुनिए, उधर ही एक बात ऐसे यीशु ने बोला है. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും കാണാത്ത ഒരാളെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു അന്ത്രയോസിനെ നമുക്ക് കാണാൻ കഴിയും. मत्ती सुसमाचार में और मार्क में, लूका में जब एक खड़ना को लिखा, उधर ही हम देखता नहीं, एक जन को जोहन लिखा है, उनका नाम है आंद्रेयोस. ഇന്നർ സർക്കിളിലുള്ളവർ തടസ്സങ്ങളും നിരാശകളും പറയുമ്പോൾ ഇന്നർ സർക്കിളിൽ ഇല്ലാത്ത ഒരു അന്ത്രയോസ് വിളിച്ചു പറയുന്നു, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ കയ്യിൽ ഒരു 5 അപ്പവും 2 മീനുമുണ്ട്. आमेन. यीशु को साथ साथ बहुत नजर में था. चेला लोग असंभव का शब्द को बोला, निराशा का शब्द को बोला, तो फिर यीशु से थोड़ा दूर में था. अंद्रयोस आके बोला, इधर ही एक बालक है, उनका पास 5 रोटी है, 2 माछ है. അതെന്താ അന്ത്രയോസ് നീ അങ്ങനെ പറയാൻ കാര്യം? अंद्रयोस को पूछिए, अंद्रयोस क्यों अपने बोल दिया है, बालक का पास कुछ है? 5 അപ്പം കൊണ്ട് ഹാലേലുയ എങ്ങനെയാ? ഹാലേലുയ. കേരളത്തിലൊരു ദൈവദാസനുണ്ട്, സുരേഷ് ബാബു എന്ന്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 5000 പുരുഷന്മാരുണ്ടെങ്കിൽ 10000 സ്ത്രീകളുണ്ട്. അക്കാലത്ത് 10000 സ്ത്രീകളുണ്ടെങ്കിൽ 20000 കുഞ്ഞുങ്ങൾ കാണും. ഇത്രയും പേർക്കൂടെ ഈ 5 അപ്പം കൊണ്ട് എങ്ങനെ കൊടുക്കും? मान लीजिए अंद्रयोस कैसे 5 लोग से इतना लोग के लिए खाना खिलाया. उधर ही लिखा है 5000 पुरुष था. इसका मतलब क्या था? काफी, उससे बढ़कर स्त्री हो सकता है, उससे बढ़कर बच्चा हो सकता है. मतलब कम से कम 20 से 30,000 लोग उधर ही हो सकता है. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, അന്ത്രയോസ് നീ നേരത്തെ അപ്പം യേശു വാഴ്ത്തുന്നത് കണ്ടിട്ടുണ്ടോ? अंद्रयोस को ये सवाल पूछिए, अंद्रयोस अपने कभी भी देखा है प्रभु यीशु ऐसा चमत्कार को किया है? അന്ത്രയോസ് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. अंद्रयोस बोलेगा, नहीं, मैं कभी भी नहीं देखा. നീ പിന്നെ എന്തുവാ കണ്ടിട്ടുള്ളത്? अब क्या देखा है? ഞാൻ കണ്ണു തുറക്കുന്നത് കണ്ടിട്ടുണ്ട്. मैंने देखा है, यीशु अंधा का आंख को खोल दिया है. ചെവി തുറക്കുന്നത് കണ്ടിട്ടുണ്ട്. ओ जो बेगिर था उनका कान को खोल दिया, मैं देखा है. പാരലൈസ് ആയി കിടക്കുന്നത് ചാടി എഴുന്നേക്കുന്നത് കണ്ടിട്ടുണ്ട്. ओ लंगड़ा चलना शुरू किया, वो मैं देखा है. ഇതെല്ലാം ഈ ബാക്കി ശിഷ്യന്മാരും കണ്ടിട്ടുണ്ട്. പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാം കണ്ടിട്ടുണ്ട്. देखिए बाकी सारे चेला लोग ये सारे चमत्कार को देखा है. പക്ഷെ അവരാരും അപ്പം വർദ്ധിപ്പിക്കുന്നത് കണ്ടിട്ടില്ല. कोई भी मतलब रोटी को हाथ में लेके चमत्कार किया कोई भी देखा नहीं. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നർ സർക്കിളിൽ ഉള്ളവർ കാണാത്തത് നീ കണ്ടിട്ടുണ്ടോ? तो मेरा सवाल यही था, जो इनर सर्कल में यीशु का साथ साथ चलने वाला चेले लोग नहीं देखा क्या? ऐसा चमत्कार के अंद्रयोस देखा है? എന്റെ പ്രാർത്ഥനാ റൂമിൽ ഞാൻ അന്ത്രയോസിനോട് ചോദിച്ചു, ഈ ഇന്നർ സർക്കിളിൽ ഉള്ളവർ കാണാത്തത് നീ കണ്ടിട്ടുണ്ടോ? मेरे प्रार्थना का कमरा में मैं अंद्रयोस को पूछा, अंद्रयोस क्या यीशु का साथ साथ चला हुआ चेला लोग नहीं देखा? ऐसा बात क्या अंद्रयोस देखा है? ഹല്ലേലൂയ. അന്നേരം ഹല്ലേലൂയ അന്ത്രയോസ് എന്നോട് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് എന്റെ പ്രാർത്ഥനാ റൂമില്. अंद्रयोस मेरे को दिया एक उत्तर है मेरा प्रार्थना का रूम में. ഹല്ലേലൂയ. എനിക്ക് യോഹന്നാനെ പോലെ യേശുവിന്റെ മാറോട് ചേർന്ന് കിടന്നുള്ള ഹൃദയമിടിപ്പ് എനിക്ക് അറിയത്തില്ല. ओ मेरे लिए जोहन का समान मैं प्रभु से उतना नजर में नहीं है.
പത്രോസിനെ പോലെ ഹാലേലിയ ഹാലേലിയ എന്ത് കാര്യം യേശു പറഞ്ഞാലും അതിന് ചാടിക്കേറി മറുപടി പറയാൻ എനിക്ക് അറിയത്തില്ല. पीटर का समान यीशु जो कुछ बोलेगा जल्दी ताताड़ी उत्तर देने के लिए मेरे को मालूम नहीं है. യാക്കോബ് കണക്കുകൂട്ടലുകളുടെ മനുഷ്യനാ. യാക്കോബിനെ പോലെ കാര്യങ്ങൾ 200 വെള്ളിക്കാശിന് മേടിച്ച തികയത്തില്ലെന്നൊക്കെ കണക്കുകൂട്ടി പറയാൻ എനിക്ക് അറിയത്തില്ല. याकूब सब कुछ हिसाब लेने के लिए बहुत अच्छा जानता है. याकूब का समान 200 सिक्का नहीं है, मतलब इसका हिसाब मेरे को मालूम नहीं है. പക്ഷെ ഒന്ന് എനിക്കറിയാം. अंद्रेयास बोलेगा मैं एक जानता हूं. എന്റെ യേശു താഴ്വരയിൽ നിന്നാലും മരുഭൂമിയിൽ നിന്നാലും ബഥാന്യയിൽ നിന്നാലും ഏത് തെരുവിൽ നിന്നാലും നിർജ്ജന പ്രദേശത്ത് നിന്നാലും അവനിലൂടെ പുതിയ പുതിയ അത്ഭുതങ്ങൾ പുറത്തു വരും. അത് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇവിടെയും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. एक ही बात मैं जानता हूं, यीशु बदान्य में खड़ा हो, गलीली में खड़ा हो, मरुभूमि में निर्जन प्रदेश में खड़ा हो, मैं एक ही बात जानता हूं, जहां पर प्रभु खड़ा है उधर ही असाधारण रीति से यीशु का हाथों में चिन्ह चमत्कार होगा. ओ ये मरुभूमि में मैं आशा करता हूं. നിന്റെ വീട് ഇന്ന് രാത്രി മരുഭൂമിയായിരിക്കാം, പക്ഷെ യേശു നിന്റെ വീട്ടിലുണ്ടോ? സൂപ്പർ നാച്ചുറലുകളെ നീ പ്രതീക്ഷിക്കാവൂ. അതിന് താഴെ ഒന്നും നീ ചോദിക്കരുത്, അതിന് താഴെ ഒന്നും നീ പ്രതീക്ഷിക്കരുത്. आज रात आपका जीवन, आपका परिवार एक मरुभूमि का समान है. यीशु आपका बाड़ी में है. अब उससे बढ़कर, चमत्कार से बढ़कर प्रभु जो कर सकता है, उसके महिमा से बढ़कर कुछ भी आपका चिंता भावना छोटा नहीं होना है. ലോകത്ത് വചനം പറയുന്നു, ലോകത്തിനുള്ളവനേക്കാൾ വലിയവൻ നിന്റെ യാഗത്തിരിപ്പുണ്ട്. യേശു നിന്റെ യാഗത്തുണ്ടെങ്കിൽ, യേശു നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നാച്ചുറലായി നല്ല നടക്കേണ്ടത്, സൂപ്പർ നാച്ചുറലായത്, എക്സ്ട്രാ ഓർഡിനറി ആയത്, ഗ്ലോറിയസ് ആയത് നിന്റെ കുടിലാണെങ്കിലും കൊട്ടാരമാണെങ്കിലും അതിനകത്ത് സ്വർഗം ചെയ്യുവാനിടയായി തീരും. वचन में ऐसा लिखा है, दुनिया में जो है उससे बढ़कर जो प्रभु यीशु सामर्थ्यमान प्रभु आपका अंदर वास करता है. इसलिए क्या है, आपका बॉडी का अंदर, आपका जीवन का अंदर कुछ भी साधारण बात नहीं, असाधारण बात को आशा करना है, असाधारण बात को स्वप्न करना है, असाधारण बात को प्रार्थना करना है. ഇന്ന് രാത്രിയിൽ ആത്മാവനോട് പറയുന്നു, ചില കുടുംബങ്ങളുടെ സ്ഥിതി മാറാൻ പോകുന്നു, ചിലരുടെ ഫൈനാൻഷ്യൽ ക്രൈസിസുകൾ മാറാൻ പോകുന്നു, ചിലർക്ക് മനോഹരമായ ഭവനങ്ങൾ ഒരുങ്ങി വരാൻ പോകുന്നു, ചില ദൈവ പ്രവർത്തികൾ നിങ്ങൾ കാണാൻ പോകുന്നു. पवित्र आत्मा आज रात बोले, कुछ परिवार के ऊपर असाधारण रीति से प्रभु का महिमा को पवित्र आत्मा खोलने का सीजन है. कुछ लोग जो अपने नीचे बाड़ी नहीं है, प्रभु आपके लिए बाड़ी देने का सीजन, प्रभु आपके लिए स्वर्ग का महिमा का खोलने का सीजन है. ऐसा पवित्र आत्मा आज रात बोलना चाहता हूं. പരിശുദ്ധാത്മാവ് പറയുന്നു, 2 വണ്ടി എന്നെ കാണിക്കുന്നു. ഒന്ന് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോകാൻ, 2 ടീമായിട്ട് പോകാൻ. ഫാമിലി ആയിട്ട് പോകാൻ ഒരു വണ്ടി, അത് കൂടാതെ ടീമായിട്ട് പോകാൻ ഒരു ടെമ്പോ ട്രാവലർ. ഈ 2 വാഹനങ്ങളും പരിശുദ്ധാത്മാവ് തരും. ഈ നാളുകളിൽ ദൈവത്തോട് ചോദിച്ചോണം. ടീമായിട്ട് പല സ്ഥലങ്ങളിൽ, പല ദേശങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്ത് ശുശ്രൂഷിക്കുവാൻ ഒരു ടെമ്പോ ട്രാവലർ തരും. അതിനു മുമ്പ് ആദ്യമായിട്ട് ഒരു ചെറിയ വാഹനം നിങ്ങൾക്ക് തരും, കുടുംബമായി യാത്ര ചെയ്യുവാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം ചെറുതൊന്നും ചോദിക്കരുത്, നല്ലത് ചോദിച്ചോണം, ബെറ്റർ ആയത് ചോദിച്ചോണം. ഈ കഴിഞ്ഞ ഞാനൊരെണ്ണം ദൈവത്തോട് ചോദിച്ചു, എന്റെ പഴയ വണ്ടി കൊടുത്തു, പുതിയ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു ഈ മാസം. പരിശുദ്ധാത്മാവനോട് പറഞ്ഞു, ചിലത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുക. Amen, 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 amen. We receive it, we receive it. Amen, amen. Hallelujah. Thank you, Lord. Thank you, Holy Spirit. Hallelujah. അന്ത്രയോസിനെ പോലെ ഒന്ന് വിശ്വസിക്കാമോ? അയ്യോ, ഇത് യേശുവിന് ചെയ്യാൻ കഴിയുമോ? എന്റെ കുടുംബത്തിൽ ദൈവത്തിന് വല്ലതും ചെയ്യാൻ കഴിയുമോ? നിന്റെ കുടുംബത്തിലേ ദൈവത്തിന് ചെയ്യാൻ കഴിയത്തുള്ളൂ. अंद्रेयास का समान विश्वास करने के लिए कोई भी तैयार है. आप बोलेगा मेरा परिवार ऐसा है, मरुभूमि है, कुछ भी आशा नहीं है, तो आज रात पवित्र आत्मा बोलना चाहता हो, आपका मरुभूमि में आपका असंभव है, सब कुछ खत्म हो गया परिस्थिति में, प्रभु आज रात कुछ करना चाहता हो. യേശു അന്ത്രയോസിന് ഒരു കാര്യം അറിയാം. ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, തിയോളജി അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം അന്ത്രയോസിന് കണ്ണുമടച്ചറിയാം, യേശു എവിടെയുണ്ടോ അവിടെ അത്ഭുതമുണ്ട്. अंद्रेयास को पूछेगा तो अंद्रेयास बोलेगा, वो बाइबल कॉलेज में गया नहीं, ज्यादा वजन का सिक्का पाया नहीं, तो भी एक ही बात अंद्रेयास जानता हो, यीशु जहां पर है उधर ही चमत्कार है. आमीन. सभी लोग हाथ उठा के बोलिए, यीशु जखाने आचे सखाने चमत्कार होबे.
जोर से बोलो, यीशु जखाने आचे सेखाने चमत्कार होबे। ഹല്ലേലൂയ. हालेलुया। എല്ലാവരും തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞ എന്റെ വീട്ടിൽ യേശു ഉണ്ട്, അതുകൊണ്ട് എന്റെ വീടിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. सभी लोग अपना माता को ऊपर अपना दांदी हाथ तो रखे बोलिए, अमर बाड़ी में यीशु बाबा आचे ओई जनो अमर बाड़ी ते चमत्कार होबे। जोर से बोलो, अमर बाड़ी ते यीशु बाबा आचे अमर बाड़ी ते चमत्कार होबे। യേശു എവിടെയുണ്ടോ അവിടെ അത്ഭുതമുണ്ട്. ये यीशु बाबा सेखाने आचे जखाने चमत्कार होबे। അടുത്ത് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഭർത്താവോ ഭാര്യയോ സഹോദരങ്ങളോ ഇരിപ്പുണ്ടെങ്കിൽ കൈ കൊടുത്തിട്ട് പറ, യേശു ഇവിടെ ഉണ്ട്, അത്ഭുതം നടക്കാൻ പോകുക എന്ന് പറ. आपका सामने कोई बैठा है, आपका स्वामी है, स्त्री है, बच्चा है, उनको हाथ दे के बोलिए, यीशु बाबा इधर ही है, इधर ही चमत्कार होने वाला है। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ ഒരു ഹല്ലേലൂയ സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. मैं चाहता हूं, प्रार्थना करता हूं, एक कलीसिया हर एक जन सुपर नेचुरली असाधारण विधि से पवित्र आत्मा का साथ चलना है। ആ നില കാരണം നമ്മുടെ യേശു നാച്ചുറൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മളെ വിളിച്ചതും സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യാനാ. एक ही शब्द में बोलने से मेरा यीशु कुछ भी साधारण विधि से नहीं किया, इसलिए साधारण बात के लिए नहीं, असाधारण बात को करने के लिए प्रभु हमको बुलाहट दिया, अलग किया है। കാലം ചില കുടുംബങ്ങളുടെ സ്ഥിതികളെ സിറ്റുവേഷനുകളെ മാറ്റുന്നു. പരിശുദ്ധാത്മാവ് ഒരു സൂപ്പർ നാച്ചുറൽ റലത്തിലേക്ക്, ഒരു സൂപ്പർ നാച്ചുറൽ മൂവിലേക്ക് പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നു. आज रात कुछ परिवार को पवित्र आत्मा एक साधारण जीवन से एक असाधारण जीवन में आपका जीवन को लेके जाना चाहता हूं। ഹല്ലേലൂയ. ഒന്ന് രണ്ട് ദൂതൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓൾറെഡി 8:20 मैं और कुछ बात को जल्दी बोल के मैं आपके लिए प्रार्थना करने के लिए समय लेंगे। രണ്ട് ഹാലിലെ സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യുമ്പോൾ ലോകത്തിന്റെ ലോയും ദൈവത്തിന്റെ ലോയും കൂടെ ഒരുമിച്ച് പോകത്തില്ല. देखिए, असाधारण विधि से जब हम चलना चाहता है, दुनिया का नियम और प्रभु का नियम एक साथ चलबे ना, एक साथ जाबो ना। ഞങ്ങള് ഈ സൂപ്പർ നാച്ചുറലിനെ കുറിച്ച് പഠിപ്പിക്കുമ്പം പുറത്ത് കുഴപ്പമില്ല, പക്ഷെ പ്രത്യേകിച്ച് ഞങ്ങൾ കേരളത്തിൽ ഈ സബ്ജക്ട് ഞാൻ കണ്ടമാനം ഒരുപാട് ചർച്ചകൾ എടുക്കാറുണ്ട്. അനേക സ്ഥലങ്ങളിൽ ഞാൻ എടുക്കുന്ന ഒരു സബ്ജക്റ്റ് സൂപ്പർ നാച്ചുറൽ ഗ്ലോറി. मैं काफी जगह में ये सब्जेक्ट से मैं मतलब ट्रेनिंग देने के लिए, शिक्षा देने के लिए समय लेता हूं, खास करके हमारा देश में सुपर नेचुरल असाधारण विधि से प्रभु का महिमा के बारे में। അപ്പൊ അനേകരെ ഞങ്ങളെ വിമർശിക്കാറുണ്ട്, ഇത് ന്യൂ ജനറേഷൻകാരുടെ പഠിപ്പീരാണെന്ന്. अनेक लोग हमारा ऊपर विरोध करके भी बोलता है, इन लोग का केवल आशीष पाना चाहता मैसा। ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, നിങ്ങൾ പഴയ നിയമം മുഴുവൻ ഒന്ന് പഠിച്ചു നോക്കിയേ, പിതാവായ ദൈവം ചെയ്തത് മുഴുവൻ സൂപ്പർ നാച്ചുറലാ. देखिए, नया नियम आप छोड़ दीजिए, पुराना नियम पूरा आप देखिए, पितावा मतलब प्रभु परमेश्वर जो कुछ किया है सब कुछ सुपर नेचुरल था, साधारण था। ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെ പിതാവായ ദൈവം ചെയ്തതൊന്നും നാച്ചുറൽ അല്ല, എല്ലാം സൂപ്പർ നാച്ചുറലാ. अपने आदि पुस्तक से मलाकी तक पढ़ के देखिए, आप कुछ भी साधारण बात प्रभु किया नहीं, सब कुछ असाधारण काम था। മത്തായി മുതൽ വെളിപ്പാട് വരെ പുത്രനായ യേശുവും കാര്യസ്ഥനായ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധയാത്മാവും ചെയ്തതെല്ലാം സൂപ്പർ നാച്ചുറലാ. मत्ती से प्रकाशित वाक्यों तक आप पढ़ के देखिए, ध्यान से सीखेगा तो मालूम होगा जो कुछ प्रभु किया है एक साधारण नहीं है, एक सुपर नेचुरल साधारण बात प्रभु किया। ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, അവർ ചെയ്തത് സൂപ്പർ നാച്ചുറൽ ആയതുകൊണ്ട് അവർ ചെയ്തത് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. पिता पुत्र पवित्र आत्मा हम वजन से देखता है, जो कुछ किया हम लोग देखता है असाधारण बात सुपर नेचुरल किया, इसलिए हम वो प्रभु में विश्वास करता हूं, और प्रभु जो कुछ किया वो करने के लिए प्रभु हमको बुलाहट दिया। आमीन। നിങ്ങളൊന്ന് നോക്കിയേ, ചെങ്കടല് ഇരമ്പി പാഞ്ഞു വരുന്ന ചെങ്കടല്, ഒരു വിക്കുള്ള ഒരു മനുഷ്യൻ തന്റെ കയ്യിലിരുന്ന വടിയൊന്ന് നീട്ടിയപ്പോൾ വചനം പറയുന്നു അത് രണ്ടായത്
രണ്ടായെന്ന് മാത്രമല്ല, ഒരു ഹൈവേ തുറന്നു. സൂപ്പർ നാച്ചുറലി ഒരു ഹൈവേ തുറന്നു. 40 ലക്ഷം ജനം ചില മണിക്കൂറുകൾ കൊണ്ട് ഈ ഹൈവേ കടന്ന് അക്കരെ കയറി. आप थोड़ा भावना कर सकता है, जब मौसी इज़राइल को लेके आ रहे लाल सागर का सामने, साधारण एक व्यक्ति मौसी ठीक से बातचीत बोल नहीं पाता है, उनका हाथ से जो लकड़ी था उसको उससे वो समुद्र में स्पर्श किया. वचन में ऐसा लिखा है, एक रास्ता खोला, ऐसा नहीं है, एक असाधारण रास्ता, एक हाईवे जैसा बड़ा रास्ता को, प्रचुर विशाल रास्ता को प्रभु उनका सामने खोल दिया. നാച്ചുറൽ ആണോ സൂപ്പർ നാച്ചുറൽ ആണോ? आप बोल दीजिए साधारण बातें, असाधारण बातें. ഇത് കഴിഞ്ഞിട്ട് 40 ലക്ഷം പേര് മരുഭൂമിയിലോട്ട് കയറുകയാ. इसके बाद लगभग 40 लाख लोगों को लेके मौसी मरुभूमि में प्रवेश कर रहे. സാധാരണ മരുഭൂമിയിൽ വെള്ളമില്ല, ഭക്ഷണമില്ല, വസ്ത്രമില്ല. മരുഭൂമിയിൽ കയറിയാൽ 40 ലക്ഷം ജനം കയറിയാൽ സംഭവിക്കേണ്ടത് പട്ടിണി മരണങ്ങളും പുഴുങ്ങി തിന്നുന്ന അവസ്ഥകളും മരണങ്ങൾ മാത്രമാണ് സംഭവിക്കേണ്ടത്. പക്ഷേ എന്റെ ബൈബിൾ പറയുന്നു, ഇവർ മരുഭൂമിയിലോട്ട് കയറിയതും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും സൂപ്പർ നാച്ചുറൽ ഗ്ലോറി മരുഭൂമിയിൽ 40 ലക്ഷം ജനത്തിന്റെ മുകളിലേക്ക് ഇറങ്ങി നിൽക്കാനിടയായി. आप मान लीजिए मानुषिक रीति से सोचने से मरुभूमि में क्या है, पानी नहीं है, खाना नहीं है, कपड़ा नहीं है, तो भी वचन क्या लिखा है, 40 लाखों लोग के ऊपर प्रभु का महिमा उतरा. वचन में ऐसा लिखा है, दिन में मेघ का तंबू खड़ा हो गया, रात में आगून का तंबू इस्राएल का सामने खड़ा हो गया. प्रभु अपना महिमा में मरुभूमि में इस्राएल को लेके चला. आमीन. ഹല്ലേലൂയ. അവിടം കൊണ്ടും തീർന്നില്ല. 40 ലക്ഷം ജനം മരുഭൂമിയിൽ ചേർന്നപ്പോൾ അവർക്ക് വിശന്നു. വചനം പറയുന്നു, ഹല്ലേലൂയ, 40 ലക്ഷം ജനത്തിനും ആവശ്യമായ മന്ന ഹല്ലേലൂയ ഈ മരുഭൂമിയിൽ ഇട്ടുകൊടുത്തു സ്വർഗം. देखिए मरुभूमि में पहुंच गया, उधर ही भोजन नहीं है, उन लोग को भूख लगा. तो फिर वचन में ऐसा लिखा है, 40 लाखों लोग को खाने का भोजन प्रभु स्वर्ग से इस्राएल का सामने दे दिया. स्वर्ग का भोजन मन्ना दिया. അവിടെ ഒരു ദൂതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. और एक बात को बोल के मैं समाप्त करना चाहता हूं. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, 40 ലക്ഷം കുടുംബം ഉണ്ട് അവിടെ. ध्यान से सुनिए, 40 लाखों परिवार है मरुभूमि में. അവിടെ 6 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്. उधर ही 6 महीना का बच्चा होगा. 5 വയസ്സുള്ള കുഞ്ഞുണ്ട്. 5 साल का बच्चा होगा. 10 വയസ്സുള്ള കുഞ്ഞുണ്ട്. 10 साल के बच्चा होगा. 25 വയസ്സുള്ള ചെറുപ്പക്കാരനുണ്ട്. 25 साल का जवान लोग है. 50 വയസ്സുള്ള വ്യക്തിയുണ്ട്. 50 साल के ऊपर प्राचीनर लोग है. 90 വയസ്സ് കഴിഞ്ഞ അപ്പച്ചനുണ്ട്. और 90 साल का ऊपर बुढ़ा बुढ़ी है. ഇവർക്കെല്ലാം ഈ മന്ന എങ്ങനെയാ സെറ്റ് ആകുന്നത്? आप सोच लीजिए, क्या सभी के लिए एक ही भोजन मन्ना, बच्चा के लिए, बड़ा के लिए, सभी के लिए मन्ना कैसे? ഇപ്പോഴത്തെ കുടുംബത്തിൽ നമ്മൾ ഒരു കുടുംബത്തിൽ 4 പേരേ ഉള്ളൂ. 4 പേർക്കും 4 ടേസ്റ്റ് ആയിരിക്കും. हमारे एक परिवार में देखिए 4 जन एक परिवार में होने से 4 जन का खाना अलग होता है. ഇവിടെ 40 ലക്ഷം കുടുംബം ഉണ്ട്, എല്ലാവർക്കും മന്ന. देखिए इधर 40 लाखों लोग है, बच्चा से बड़ा तक सभी के लिए एक ही भोजन है, मन्ना. പക്ഷെ ഈ മന്ന ഈ മഹത്വത്തിനകത്ത്, സൂപ്പർ നാച്ചുറൽ ഗ്ലോറിക്കകത്ത് ഈ മന്ന വന്ന് വീഴുന്നത്. ये मन्ना कहां मांगे थे? बस असाधारण रीति से सुपर नेचुरल ग्लोरी में, प्रभु का महिमा में जब प्रभु का लोग मन्ना को पाया, ഓരോ ദിവസവും ഓരോ കുടുംബം അവരവർക്ക് ആവശ്യമുള്ളത് പറക്കിക്കൊണ്ട് പോകും. एक एक दिन एक एक परिवार उन लोग को जितना जरूरत है उतना उन लोग लेके गया. പക്ഷെ ഈ മന്നയുടെ പ്രത്യേകത എന്തോന്നറിയാമോ? എന്റെ പ്രാർത്ഥനാ റൂമിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോ ദൈവം തന്ന ഒരു ചിന്ത പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ये मन्ना का सविशेषता क्या है? मेरा प्रार्थना का रूम में प्रभु ने मेरे को समझाया, ये बात को बोल के हम प्रार्थना करेंगे. 6 മാസം പ്രായമുള്ള കുഞ്ഞിനെങ്ങനെ ഈ 25 വയസ്സുള്ള ചെറുപ്പക്കാരന് കൊടുക്കുന്ന മന്ന കൊടുക്കുന്നത്? अब मान लीजिए, सोच लीजिए, मतलब 6 महीना का बच्चा को 25 साल का 50 साल का लोग खाने वाला मन्ना खा सकता है?
നമുക്കറിയാം 6 മാസം പ്രായമുള്ള കുഞ്ഞല്ലേ 3 മാസം പ്രായമുള്ള കുഞ്ഞ് അരിഹാരം കഴിക്കത്തില്ല. हम लोग जानता है जब तक बच्चा लोग 6 महीना तक नहीं होता है चावल का खाना नहीं देता है. ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞിന് ഈ മന്ന കൊടുക്കുമ്പോൾ ഇന്നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവന് സെർലാക്ക് കഴിക്കുന്നത് പോലെ അവൻ ഇറങ്ങിപ്പോകും. आज से भाषा में बोलने सही है, जब 6 महीना और उससे नीचे का बच्चा लोग जब मन्ना खाएगा उसका शरीर में जब जाएगा जैसा सेरलाक जैसा जो बच्चा लोग को देने वाला भोजन है उसका समान उसका शरीर में होगा. 10 വയസ്സുള്ളവൻ കഴിക്കുമ്പോൾ അവന്റെ ടേസ്റ്റാ. जब 10 साल का बच्चा खाएगा उनके लिए जो जरूरत है टेस्ट है उसका समान है मन्ना होगा. കാരണം 10 വയസ്സുള്ളവൻ ഇച്ചിരി മധുരമാ കൂടുതൽ ഇഷ്ടം, അവൻ അത് മതി. मतलब 10 साल बोलने से उसको और थोड़ा मिष्टी शायद पसंद होगा. 25 വയസ്സുള്ളവൻ അങ്ങനെ ഒക്കത്തില്ല, അവന് ഇച്ചിരി എരിയും പുളിയൊക്കെ വേണം, അവൻ കഴിക്കുമ്പോൾ അവന്റെ ടേസ്റ്റാ. 25 साल का जवान को देखिए उसको थोड़ा क्या चाहिए, ज्यादा मिर्ची चाहिए, ज्यादा गरम चाहिए, तो वैसा टेस्ट में वो मन्ना उसका शरीर में हुआ. 60 വയസ്സ് കഴിഞ്ഞ ഹല്ലേലൂയ വാർദ്ധക്യത്തിലോട്ട് കയറുന്ന അപ്പച്ചൻ എല്ലാം ലിമിറ്റ് ആയിട്ട് മതി, അദ്ദേഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ടേസ്റ്റാ. मतलब 60 साल के ऊपर है उसको सब कुछ कमी चाहिए, नून कमी चाहिए, बेसी लौंगा नहीं चाहिए. जब वो खाना शुरू किया उनका जो तरीका में जरूरत का अनुसार मन्ना उनका शरीर में काम किया. ആ കാലഘട്ടത്തിൽ 100-120 വയസ്സ് വരെ ജീവിക്കുന്നവരാണ്. അപ്പൊ 90 വയസ്സ് കഴിഞ്ഞുള്ള അപ്പച്ചനുണ്ട്, അദ്ദേഹത്തിന് പല്ലൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോയിരിക്കുക, അദ്ദേഹത്തിന് ഈ മന്ന കൊടുക്കുമ്പോ ഇല്ല കുഞ്ഞിന് കൊടുക്കുന്നോല ഹാലേലൂയ അദ്ദേഹം കഴിക്കുമ്പോൾ ഈ അപ്പച്ചന്റെ ടേസ്റ്റാ. वचन में ऐसा लिखा है उस समय मनुष्य का आयुष 120 साल तक था, तो 90 साल का बुढ़ा आप सोच लीजिए उसका पूरा दांत निकल गया. जब वो मन्ना खाना है एक छोटा बच्चा का समान उसको खा सकता है, ऐसा ये महिमा में ये भोजन को उन लोग खाया. ചുരുക്കി പറഞ്ഞാൽ ഓരോ കുടുംബവും മന്ന പറക്കുന്നത് സെയിം മന്നയാണ്, പക്ഷെ പറക്കി അവരുടെ വീടിനകത്ത് കൊണ്ടുപോകുമ്പോൾ അവരുടെ വീട്ടിൽ ഒരു 5 പേരുണ്ടെങ്കിൽ അവർക്ക് 5 പേർക്കും ആവശ്യമായ ടേസ്റ്റ് അവരവർ പറക്കുമ്പോൾ അവരവരുടെ ടേസ്റ്റ്. ഇത് നാച്ചുറൽ ആണോ സൂപ്പർ നാച്ചുറൽ ആണോ ഞാൻ നിങ്ങൾക്ക് വിടുന്നു. आप लोग सोच लीजिए, भावना कीजिए, सभी लोग एक ही भोजन को पाया तो फिर बाड़ी में लेके अपना बच्चा को दिया, प्राचीनर लोग को दिया, जवान लोग को दिया, अलग अलग टेस्ट में अलग अलग तरीका में एक एक जन महिमा में ये खाना को पाया, तृप्त हुआ. आप बोलिए ये साधारण बात है, एक असाधारण बात है. आमेन. ഹാലേലുയ. മാത്രമല്ല ഹാലേലുയ ഈ കുടുംബത്തിന്റെ ഹാലേലുയ ആരും ഇട്ടിരുന്ന വസ്ത്രം പഴകിപ്പോയില്ല, ചെരുപ്പ് തേഞ്ഞു പോയില്ല. അവർ വളരുന്നതിനനുസരിച്ച് വസ്ത്രം വളർന്നു, അവർ വളരുന്നതിനനുസരിച്ച് ചെരുപ്പ് വളർന്നു. ഒന്നുകൂടി പറഞ്ഞാൽ 5-ാമത്തെ വയസ്സിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചയ്യും കെട്ടി യൂണിഫോം ഇട്ടോണ്ട് മരുഭൂമി കയറിയതാ. 40 വർഷം കഴിഞ്ഞു, ഇവന്റെ ഷർട്ടങ്ങ് വളർന്നു, ഇവന്റെ ടൈ അങ്ങ് വളർന്നു, ഇവനിട്ടിരുന്ന നിക്കറ് പാൻറ്റായി ഹാലേലുയ, ഇവനിട്ടിരുന്ന ഹാലേ 2 ഇഞ്ച് ചെരുപ്പ് 9 ഇഞ്ചായി. ഇത് നാച്ചുറൽ ആണോ? ഞാൻ പറയുന്നതല്ല, വചനം പറയുന്നതോ. ഇത് നാച്ചുറൽ ആണോ സൂപ്പർ നാച്ചുറൽ ആണോ? അതുകൊണ്ട് ഞാൻ പറയും പിതാവായ ദൈവം ചെയ്തതും പുത്രനായ യേശു ചെയ്തതും പരിശുദ്ധാത്മാവ് ചെയ്തതും എല്ലാം സൂപ്പർ നാച്ചുറലാ, എക്സ്ട്രാ ഓർഡിനറിയാ, ഗ്ലോറിയസ് ആയതാ. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നതും സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യാനാ. आप सोच लीजिए, वचन में ऐसा लिखा है केवल भोजन के बारे में नहीं है, वचन में ऐसा लिखा है उन लोग का कपड़ा पुराना नहीं हुआ, उन लोग का जो चप्पल था वो पुराना नहीं हुआ. अब सोच सकता है 5 साल का बच्चा 5 साल में मरुभूमि में प्रवेश हो गया, अभी 40 साल तक मरुभूमि में था, 40 साल तक क्या नहीं है, कपड़ा पुराना नहीं हुआ. इसका मतलब जैसा शरीर बड़ा हो गया उसका अनुसार कपड़ा भी ऑटोमेटिकली बड़ा हो गया, चप्पल भी ऑटोमेटिकली बड़ा हो गया. अब बोलिए हमारा बुद्धि से सोच नहीं सकता है, समझ नहीं सकता है, ऐसा आश्चर्य अद्भुत का प्रभु मरुभूमि में इस्राएल के लिए किया.
क्या ये साधारण बात है? क्या ये असाधारण बात है? पिता जो कुछ किया असाधारण काम को किया, पुत्र जो कुछ किया असाधारण काम को किया, पवित्र आत्मा जो कुछ किया असाधारण बात को किया। ये पीढ़ी में प्रभु मेरे को आपको बुलाहट दिया है असाधारण बात को विश्वास करने के लिए, असाधारण बात को प्रभु का महिमा के लिए करने के लिए प्रभु हमको चुन लिया है। आमेन। ഹല്ലേലൂയ. ഞാനിവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ദൈവസഭ സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സാധാരണ ഹാലേലുയ ബംഗാളിൽ എവിടെയാ സ്ഥലമെന്ന് എനിക്ക് അറിയത്തില്ല, മൊത്തത്തിൽ കൽക്കട്ടയാണെന്നറിയാം. ഹാലേലുയ വെസ്റ്റ് ബംഗാൾ ആണെന്നറിയാം. അവിടെ ഹാലേലു സാധാരണ സഭ മൂവ് ചെയ്യുന്ന പോലെ മൂവ് ചെയ്യാനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഇങ്ങനൊരു മെസ്സേജ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യാൻ തയ്യാറാകുക. സാധാരണ സഭകൾ ഒത്തിരി ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളെ ദൈവം വിളിച്ചത് സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യുവാനും അതുപോലൊരു കൂട്ടത്തെ വാർത്തെടുക്കാനുമാണെന്ന് ആത്മാവ് പറയുന്നു. അങ്ങനെ നിങ്ങൾ ചലിക്കുക, അങ്ങനെ നിങ്ങൾ മൂവ് ചെയ്യുക. നിങ്ങളുടെ കൂടെ കൂടുന്നവരെയും സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യുവാൻ പഠിപ്പിക്കുക. മിറക്കിൾ മണി നിങ്ങൾ കാണും, ക്രിയേറ്റീവ് മിറക്കിൾസ് നിങ്ങൾ കാണും. സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന സിൽവർ ഡസ്റ്റുകൾ, ഗോൾഡൻ ഡസ്റ്റുകൾ, ഒലിവ് ഓയിലുകൾ. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് എന്റെ കയ്യിൽ ഒലിവ് ഓയിലിന്റെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരു സീസണിൽ ഗോൾഡൻ ഡസ്റ്റും സിൽവർ ഡസ്റ്റുമായിരുന്നു. ഇത് അടുത്ത സീസണിൽ ഒലിവ് ഓയിലുകൾ ലൈറ്റ് ആയിട്ട് എപ്പോഴും എന്റെ കൈക്കകത്ത് ഒരു എണ്ണമയമാ. അത് ഞാൻ വിചാരിച്ചു തലയിൽ എണ്ണ തേക്കുന്നതിന്റെ ആയിരിക്കുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി അടുത്ത സീസണിൽ കയറി തുടങ്ങുക എന്തോ ഒലിവ് ഓയിൽ പോലുള്ള ഒന്ന് എന്റെ കയ്യിലൂടെ എപ്പോഴും ഒരു എണ്ണമയം അത് ഒഴുകി തുടങ്ങാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സൂപ്പർ നാച്ചുറലി നിങ്ങൾ മൂവ് അതുപോലുള്ള ഡിവൈൻ എൻകൗണ്ടറുകൾ, അതുപോലുള്ള എക്സ്ട്രാ ഓർഡിനറി ആയത് നിങ്ങൾ കാണും. ദാരിദ്ര്യം, ഈ സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യുന്നവന്റെ പ്രത്യേകത, അവന്റെ മുമ്പിൽ ദാരിദ്ര്യവും ഞെരുക്കവും കാണത്തില്ല. അവൻ താതാന്ന് പറയത്തില്ല, അവൻ കൊടുക്കുന്നവനായിരിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ओके सॉरी देखिए पास्टर यही बोल रहे, पवित्र आत्मा हमको बुलाहट दिया है। साधारण कलीसिया बहुत है, साधारण कलीसिया का जैसा सोचने के लिए, साधारण कलीसिया का समान चलने के लिए नहीं। आज रात पवित्र आत्मा ये मैसेज कलीसिया के लिए दिया। इसका मतलब पवित्र आत्मा यही चाहता हो ये कलीसिया एक असाधारण रीति से चलने के लिए, जो कुछ कलीसिया का साथ जुड़ा होगा वो परिवार, वो व्यक्ति असाधारण रीति से प्रभु का महिमा को देखेगा। अभी बोलने से जैसा हमारा बुद्धि से बढ़कर, चिंता से बढ़कर, सोचना से बढ़कर प्रभु का महिमा हम देखने का सीजन है। हालेलुया। हम लोग वही आशा करना है। प्रभु का दास यही बोल रहे थे, अभी काफी दिन से उनका हाथ में तेल, बोलने से ओलिव तेल का जैसा उनका शरीर में अनुभव करता हो। खास करके उनका जीवन में ऐसा अनुभव करता हूं जब प्रभु नया सीजन को खोलता हो। पहले वो सोचा उसका माथा से, उसका बाल से जो तेल है, नहीं वो तेल नहीं। प्रभु का दास यही बोल रहे, काफी समय प्रार्थना का समय उसको अनुभव कर सकता है। और प्रभु का दास यही बोल रहे, जो कोई गरीबी अवस्था में है प्रभु उसको प्रभु का महिमा में खड़ा करने का सीजन है। क्योंकि प्रभु का बुलाहट एक कलीसिया का ऊपर एक साधारण कलीसिया हो के चलने के लिए नहीं, एक असाधारण रीति से जो कोई परिवार, जो कोई व्यक्ति एक कलीसिया से जुड़ा हुआ, ये असाधारण रीति से प्रभु का महिमा में मिरेकल मनी चमत्कार से आप देखेगा। अचानक अपने अकाउंट से, जहां से आपको मालूम नहीं, पैसा आपका अकाउंट में अचानक आप देखेगा प्रभु का चमत्कार, प्रभु का महिमा। प्रभु ने खोल दिया स्वर्ग का रास्ता अपने सामने आप देखेगा। ऐसा प्रभु ये कलीसिया को इस्तेमाल करना चाहता हूं। സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് എന്തോ ചില ഈ ദിവസങ്ങളിൽ ചില എൻകൗണ്ടറുകൾ ഉണ്ടാകും. മോനാലിഷാദാസ്, അലീഷാദാസ് ഒക്കെ പ്രാർത്ഥിച്ചോണം. ചില എൻകൗണ്ടറുകൾ, സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടറുകൾ നിങ്ങളെ എന്തോ അടുത്ത സീസണിലേക്ക് ദൈവം കൊണ്ടുപോകാൻ പോവുക. അപ്പൊ ആ നിലവാരത്തിലുള്ള ചില ഡിസ്റ്റർബൻസുകൾ നിങ്ങൾ അത് ആ ആത്മമണ്ഡലവുമായി നിങ്ങൾ കണക്ട് ആകുന്നതിന്റെ ഒരു പ്രത്യേകതയാണ്. ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആയിരിക്കാം, ചിലപ്പോൾ ഇറിറ്റേഷൻ ആയിരിക്കാം, ചിലപ്പോൾ വേറെ പല രീതിയിലുള്ള ചില വിഷയങ്ങളായിരിക്കാം കയറി വരുന്നത്. എന്തോ
ചിലപ്പം ശരീരത്തിന് ഭയങ്കര വേദനയായിരിക്കും എന്ന് വെച്ചാൽ ആ ആത്മമണ്ഡലവുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നതിന്റെ ഒരു സീസൺ ആണത്. അപ്പൊ അത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ അടുത്ത ഒരു ആത്മതലത്തിലേക്ക് നിങ്ങൾ കയറുന്നതിന്റെ ഒരു ഗൈഡൻസ് ആയിരിക്കും അത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ട്. അത് അതിന്റെ ഷാർപ്പൻസിലേക്ക് നിങ്ങൾ കയറുകയാണെന്ന് കർത്താവ് പറയുന്നു. അങ്ങനെ കയറിക്കോ, ഒരു അസാധാരണമായത് നിങ്ങൾ കാണും, ഡിവൈൻ എൻകൗണ്ടറുകൾ ഉണ്ടാകും. ഹല്ലേലൂയ. आज रात पवित्र आत्मा बोलना चाहता हूं, पवित्र आत्मा का साथ असाधारण रीति से एनकाउंटर होने का सीजन है। उसका चिन्ह यही होगा, अपना जीवन में असाधारण रीति से कुछ डिस्टर्बेंस होगा, कुछ रुकावट होगा, तो भी उसमें ध्यान मत दीजिए। खास करके अलीसा को, मोनालिसा को, सिस्टर लोग को पवित्र आत्मा यही बोलना चाहता हूं, पवित्र आत्मा का साथ कभी भी आप अनुभव नहीं किया ऐसा असाधारण रीति से पवित्र आत्मा का साथ आपका जीवन में मुलाकात होगा। उसके लिए प्रार्थना का गहराई में, वचन का गहराई में, विश्वास का गहराई में प्रभु का साथ समय बिताइए। എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. ഞാനിപ്പോ പുതിയ വണ്ടിയൊക്കെ മേടിച്ച് നന്നായിട്ട് സന്തോഷിക്കേണ്ട സമയമാണ്. പക്ഷെ എന്റെ അകത്ത് കുറെ 2-3 മാസമായിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടം, എന്തോ നമ്മുടെ നഷ്ടപ്പെട്ടതുപോലെ, അല്ലെ എന്തോ കളഞ്ഞു പോയതുപോലെ, അല്ലെ എന്തോ വലിയൊരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ അകത്തൊരു ഭാരവും നഷ്ടബോധവും ഒക്കെ ഉണ്ടാകും. അതുപോലെ കുറെ ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ പോകുകയാണ്, അന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും എന്തോ ഒരു നഷ്ടപ്പെട്ടതുപോലെ, എന്തോ ഒരു ഫീല് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കർത്താവിന്റെ ദാസൻ ടിജോ തോമസുമായിട്ട് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു, ദൈവദാസനെ എനിക്കറിയത്തില്ല, എന്തോ ഇങ്ങനെ ഭയങ്കരമായി ഫീൽ ആകുന്നു എനിക്ക്. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, എന്റെ ദൈവദാസനെ എനിക്കും ഇത് തന്നെയായിരുന്നു. ഹാലേലുയ, ഇതൊരു അടുത്ത സീസൺ തുറക്കുന്നതിന്റെ ലക്ഷണമാണ്. അടുത്ത ഒരു സീസൺ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കാൻ പോവുകയാണ്. അത് എന്റെ അകത്തങ്ങ് സങ്കടം വരുക, എന്തോ ഒരു ഭാരം പോലെ, എന്നാ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, എനിക്ക് കടഭാരമില്ല, ടെൻഷൻ ഇല്ല. കടഭാരം ഉള്ള സമയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. പക്ഷെ എന്തോ ഒരു അകത്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇതാണ്, അടുത്ത ഒരു ആത്മമണ്ഡലവുമായി നിങ്ങൾ കണക്ട് ആകുക, അതിനു മുമ്പുള്ള വിഷയം എന്ന് പറഞ്ഞ പോലെ ഈ ഏഞ്ചൽ സഹോദരിയോട് കർത്താവ് പറയാൻ പറയുന്നു, ഈ അലീഷാദാസിനോടൊക്കെ പറയാൻ പറയുന്നു, എന്തോ ചില കാര്യങ്ങൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ അത് പേടിക്കേണ്ട. അതെന്തോ അടുത്ത ആത്മമണ്ഡലവുമായി പരിശുദ്ധാത്മാവ് നിങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക, ആ സീസണകത്തേക്ക് നിങ്ങൾ കയറുകയാ എന്ന് എന്തോ നിങ്ങളോട് പറയാൻ കർത്താവ് പറയുന്നു. അതുപോലെ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. आमेन। आज मैं यही बोलना चाहता हूँ, पास्टर का जीवन से पास्टर बोल रहे हैं, सामने पास्टर नया गाड़ी लिया, उनका जीवन में उद्धार नहीं लिया, कुछ भी दरकार नहीं है अभी, तो फिर उनका जीवन में ऐसा कुछ बोझ उसका जीवन में है, ऐसा उसका जीवन में कुछ बात उसको रुकावट जैसा उसको महसूस हो रहे, तो फिर उनको एक प्रभु का दास उनको यही बोला, मतलब पवित्र आत्मा में एक नया सीजन में प्रवेश होने का पहले हमारा जीवन में ऐसा हम अनुभव करेगा, ऐसा हम महसूस करेगा, मतलब हमारा जीवन में सब कुछ ठीक ही है, तो फिर कुछ बोझ आपको अनुभव कर रहे, कुछ रुकावट आप अनुभव कर रहे, इसका मतलब यही है पवित्र आत्मा एक नया सीजन को खोल के आपका चिंता से बढ़कर, सोचना से बढ़कर, अभी तक नहीं देखा ऐसा महिमा में, प्रभु का महिमा में प्रभु आपका जीवन को लेके चलना चाहता हूं। विश्वास से स्वीकार कीजिए। आमेन। ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, ഈ ദൈവസഭയും ഇതിനകത്ത് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഈ ഹല്ലേലൂയ 40-ലധികം ഡിവൈസ് ഉണ്ട്. ഇവരെല്ലാവരും യേശുവിന്റെ നാമത്തിൽ ഇന്നു മുതൽ കർത്താവെ ഒരു സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യട്ടെ. ഇവിടെ സഭ സൂപ്പർ നാച്ചുറലി മൂവ് ചെയ്യുന്ന സഭയാണല്ലോ, അതുകൊണ്ടാണല്ലോ ഈ ദൂത് ഇവിടെ കർത്താവ് എടുപ്പിച്ചത്. ഇവരിനി അടുത്ത തലങ്ങളിലേക്ക് ഈ സഭ കയറട്ടെ. ഇതിനകത്തുള്ള ഞെരുക്കങ്ങൾ, ദാരിദ്ര്യങ്ങൾ, കടഭാരങ്ങൾ മാറട്ടെ. ഒരു ഫുഡ് ഗ്ലോറി പല കുടുംബങ്ങൾക്കകത്തും വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറൽ റലം ഓപ്പൺ ആകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ജനത്തെയും ഈ ദൈവസഭയെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. प्रभु आज रात हम मिलकर प्रार्थना करता हूं प्रभु, ये कलीसिया को आज रात ज्वाइन किया हर एक व्यक्ति को यीशु का पवित्र नाम से मैं प्रार्थना करता हूं प्रभु, असाधारण रीति से प्रभु का महिमा में प्रवेश होने का सीजन होके प्रभु ये कलीसिया को खड़ा कीजिए प्रभु। ये साधारण काम के लिए कलीसिया को प्रभु अब बुलाहट नहीं दिया, एक असाधारण काम के लिए प्रभु, इसलिए प्रभु आज ये वचन को कलीसिया में अपने दे दिया। यीशु का पवित्र नाम से मैं प्रार्थना करता हूं, ये कलीसिया ऊपर प्रभु का असाधारण महिमा, हालेलुया, हर एक गरीबी अवस्था को हटा के प्रभु का महिमा में, प्रभु का असाधारण महिमा में चलने का एक सीजन एक कलीसिया का ऊपर हम खोल के प्रार्थना करता हूं। आज मीटिंग में ज्वाइन किया हर एक जन को पवित्र आत्मा अपना महिमा में ले जाइए। यीशु बाबा धन्यवाद।
ഒരിക്കൽ കൂടി ഹാലേലി മീറ്റിംഗിലേക്ക് ക്ഷണിച്ച എൻ്റെ സുഹൃത്തും ഹാലേലിയ ദേവദാസനുമായ എൽദോ പാസ്റ്ററോടുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. थैंक यू पास्टर. फिर से प्रभु को धन्यवाद देता हूं. आज मीटिंग के लिए बुलाया, प्रभु का दास के लिए, कलीसिया के लिए धन्यवाद देता हूं. Thank you so very much, Pastor, for the prophetical word. We are so blessed. Thank you so very much.